BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിച്ചു. പൊന്നോണ പുലരി എന്ന പേരിൽ അദ്ധാരി പാർക്കിൽ സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച നടന്ന പരിപാടി ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഗിരീഷ് പൂജാരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുഹമ്മദ് ജലാൽ ഗ്രൂപ്പ് കമ്പനിയായ സുസുക്കി ഓട്ടോമൊബൈൽ ജനറൽ മാനേജർ ജമാൽ അൽ സയ്യിദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അത്തപ്പൂക്കളം, മഹാബലി, പുലിക്കളി, ചെണ്ട വാദ്യമേളം, തിരുവാതിര, വഞ്ചിപ്പാട്ട്, വനിതകളുടെ കേരളീയ തനത് വസ്ത്രധാരണയിലുള്ള ഫാഷൻ ഷോ, ലൈവ് മ്യൂസിക് ബാൻഡ്, ശാസ്ത്രീയ നൃത്തം തുടങ്ങി വിവിധ കലാപരിപാടികളാൽ വർണ്ണാഭമായിരുന്ന ഓണാഘോഷത്തിൽ 29 തരം രുചിവൈവിധ്യങ്ങൾ കൊണ്ടൊരുക്കിയ ഓണസദ്യയിൽ 1700ഓളം പേർ പങ്കെടുത്തു. വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത മെഗാമാർട്ട് ജനറൽ മാനേജർ അനിൽ നവാനി, കോവളം MLA വിൻസെന്റ്, ഡോക്ടർ SS ലാൽ എന്നിവരെ മറ്റ് പ്രയോക്താക്കളോടൊപ്പം ചടങ്ങിൽ ആദരിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, സെക്രട്ടറി ശ്രീകാന്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഓണാഘോഷം ജനറൽ കൺവീനർ സന്തോഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. മനീഷ സന്തോഷ് പരിപാടിയുടെ മുഖ്യ അവതാരകയായിരുന്നു. ബഹ്റൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് ഫെഡറേഷൻ കപ്പ് നാടൻ പന്തുകളി മത്സരത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സാമാജികൻ M. വിൽസൺ MLA ഉദ്ഘാടനം ചെയ്തു. അൽഹലി ക്ലബ് മൈതാനിയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലമ്പുറം, OICC ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണിക്കുളം, OICC മുൻ ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം, OICC വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ എന്നിവർ ടൂർണമെന്റിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ആദ്യ മത്സരത്തിൽ അരിപ്പറമ്പ് ടീം 50+ കോട്ടയം ടീമിനെ പരാജയപ്പെടുത്തി. ടൂർണമെന്റ് ജനറൽ കൺവീനർ ബിജു കുരോപ്പട സ്വാഗതവും ട്രഷറർ റിൻഡോ മോൻ തോമസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 നടക്കുന്ന മത്സരത്തിൽ ആലാമ്പള്ളി ടീം കണ്ണഞ്ചിറ ടീമിനെ നേരിടുമെന്നും സംഘാടകർ അറിയിച്ചു. BFC KCA ഓണം പൊന്നോണം 2024 ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി KCA അങ്കണത്തിൽ ഓണസദ്യ ഒരുക്കി. ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ നിതിൻ തോമസ്, വൈസ് ചെയർമാൻ ഫിലിപ്പ് ജോൺ, ഓണസദ്യ കൺവീനർ റോയ് ജോസഫ് എന്നിവരടങ്ങുന്ന ഓണാഘോഷ കമ്മിറ്റി ഓണസദ്യയ്ക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ പ്രമുഖ സംഘടനകളുടെ പ്രതിനിധികളും മാധ്യമ പ്രതിനിധികളും KCA അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 1000ഓളം പേർ ഓണസദ്യയിൽ പങ്കെടുത്തു. കോവളം MLA വിൻസെന്റ് പ്രത്യേക അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ അമാദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ പമ്പ വാസൻ നായർ മുഖ്യാതിഥിയായിരുന്നു. അപ്പോസ്തലിക് വികാർ ഓഫ് നോർത്തേൺ അറേബ്യയുടെ സെക്രട്ടറി ഫാദർ ലിജോ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു. പ്രത്യേക അതിഥി വിൻസെന്റ് MLAയും മുഖ്യാതിഥി പമ്പ വാസൻ നായരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. IYCC ബഹ്റൈൻ സൽമാനിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി ആരോഗ്യ സംരക്ഷണ ക്യാമ്പയിനിന്റെ ഭാഗമായി അദ്ലിയ അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. IYCCയുടെ 46ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇത്. സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ നടക്കുന്ന ക്യാമ്പിൽ ടോട്ടൽ കൊളസ്ട്രോൾ, കിഡ്നി ഫംഗ്ഷൻ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, ലിവർ ഫംഗ്ഷൻ, യൂറിക് ആസിഡ്, ബോഡി മാസ് ഇൻഡെക്സ് തുടങ്ങിയ ടെസ്റ്റുകളും സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുവാനും കൂടുതൽ വിവരങ്ങൾക്ക് 36008770 എന്ന നമ്പറിലോ 37509203 എന്ന നമ്പറിലോ 37073177 എന്ന നമ്പറിലോ 38285008 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ബഹ്റൈൻ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിലും ബഹ്റൈൻ മാർത്തോമ സുവിശേഷ സേവിക സംഘത്തിന്റെ സഹകരണത്തോടും സെപ്റ്റംബർ 20 രാവിലെ 10:45 മുതൽ സനദിലെ മാർത്തോമ കോംപ്ലക്സിൽ സംഘടിപ്പിച്ച കാര്യപരിപാടികൾ ഇടവക വികാരിയും യുവജന സഖ്യം പ്രസിഡന്റുമായ റവറൻ ബിജു ജോൺ അധ്യക്ഷതയിൽ കൂടുകയും ഇടവക സഹവികാരിയും യുവജന സഖ്യം വൈസ് പ്രസിഡന്റുമായ റവറൻ ബിബിൻസ് മാത്യൂസ് ഓമനാലി ആശംസകൾ അറിയിക്കുകയും ചെയ്തു. വിവിധയിനം മത്സരങ്ങൾ, കലാപരിപാടികൾ എന്നിവയ്ക്കൊപ്പം വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. സേവികാ സംഘം വനിതാ വൈസ് പ്രസിഡന്റ് കുഞ്ഞുമ്പോൾ അലക്സാണ്ടർ സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ യുവജന സഖ്യം സെക്രട്ടറി ഹർഷ ആൻ ബിജു കൃതജ്ഞത രേഖപ്പെടുത്തി. ആർബോ 2024 കൺവീനറായി നിതീഷ് സക്കറിയ പ്രവർത്തിച്ചു. കൈരളി മനാമ ബഹ്റൈൻ സഖാവ് സിതാറാം യെച്ചൂരി അനുസ്മരണ പരിപാടി നടത്തി. ശ്രീജേഷ് വടകര അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ആം ആദ്മി നേതാവും സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമായ അഷ്കർ പുഴിത്തല അനുസ്മരണ പ്രഭാഷണവും KMCC സെൻട്രൽ മാർക്കറ്റ് ഏരിയ പ്രസിഡന്റ് സലാം അമ്പാട്ടുമൂല, OICC നേതാവ് ചന്ദ്രൻ വളയം എന്നിവർ സംസാരിച്ചു. പ്രകാശൻ മയിൽ സ്വാഗതവും റമീസ് ഹൈവേ നന്ദിയും അറിയിച്ചു. ശിരൂർ ദൗത്യം മതിയാക്കി ഈശ്വർ മാൽപേ ഉടുപ്പിയിലേക്ക് മടങ്ങുന്നു. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് തീരുമാനം. ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അർജുന്റെ അമ്മയോടും കുടുംബത്തോടും മാൽപേ മാപ്പ് പറഞ്ഞു. ഇന്നലെ രാവിലെ തിരച്ചിലിനായി എത്തിയ മാൽപേയെ കോൺടാക്ട്
4 ഇറങ്ങാൻ ഡ്രഡ്ജിംഗ് കമ്പനി അനുവദിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് മാൽപെ തന്റെ നിരാശ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ഈശ്വർ മാൽപെയ്ക്ക് അനുമതി നൽകാത്തത് ഒരേ സമയം ഡ്രഡ്ജിംഗും ഡ്രൈവിംഗും അപകടമായതിനാലെന്ന വിശദീകരണവുമായി ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. ഈശ്വര മാൽപെയെ തിരിച്ചു വിളിക്കുമോ എന്ന ചോദ്യത്തിന് ഈ തിരച്ചിൽ ദൗത്യത്തിൽ തീരുമാനമെടുക്കുന്നത് SP ആണെന്നും NDRF SDRFിന്റെ തിരച്ചിലിന്റെ ഭാഗമാകും. ആവശ്യമെങ്കിൽ നേവിയുടെ സഹായം തേടുമെന്നും കളക്ടർ വ്യക്തമാക്കി. ഷിരൂരിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട 3 ദിവസമായിരുന്ന ഡ്രഡ്ജിംഗ് കമ്പനിക്ക് കരാർ നൽകിയിരുന്നത്. ഇന്നലെ കാര്യമായ ഫലം ലഭിക്കാത്തതിനാൽ ഇന്നും അവസാനിക്കേണ്ട ദൗത്യം വീണ്ടും 10 ദിവസത്തേക്ക് കൂടി നീട്ടുകയാണെന്നും ജില്ലാ കളക്ടർ ഔദ്യോഗികമായി അറിയിച്ചു. ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമെന്നും കളക്ടർ സൂചിപ്പിച്ചു. അടുത്ത 5 ദിവസം കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാം. അതേസമയം ഗൾഫ് ഓഫ് മാന്നാർ, തെക്കൻ തമിഴ്നാട് തീരം, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയും പ്രവചിക്കുന്നു. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കാനായി അഗ്നിരക്ഷാസേനയ്ക്ക് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിന് കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂർ രാമവർമ്മപുരം കേരള അഗ്നിരക്ഷാസേന അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 295 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ എന്നിവർ ഉൾപ്പെടെ 315 സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരായി തെരഞ്ഞെടുത്ത 6200 പേർ ആദ്യഘട്ട പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി. ഇവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന 1000 പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകാൻ ആലോചിക്കുന്നുണ്ട്. രണ്ടാം ഘട്ടമായി തെരഞ്ഞെടുത്ത 3300 പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. അഗ്നിരക്ഷാസേന ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ, ഡയറക്ടർ ടെക്നീഷ്യൻ M നൌഷാദ്, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ MS ജോഗി, SL ദിലീപ്, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ സേനാംഗങ്ങളിൽ MTech യോഗ്യതയുള്ള 4 പേരും MBA 2 പേരും B.Ed ഉള്ള 3 പേരും ബിരുദാനന്തര ബിരുദമുള്ള 24 പേരും B.Tech നേടിയ 51 പേരും 158 ബിരുദധാരികളുമുണ്ട്. നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട ഇന്ന് പുറത്തുവന്ന 3 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ്. ഇതുവരെ 78 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സ്ഥിതി വിലയിരുത്തി. ഇന്നലെ പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 267 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രോഗലക്ഷണങ്ങളുമായി ഒരാൾ ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി. ഈ വ്യക്തിയടക്കം 4 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 28 പേർ പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അഡ്മിറ്റായി ചികിത്സ തുടരുന്നുണ്ട്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മികച്ച മാനസിക പിന്തുണയാണ് നൽകി വരുന്നത്. ഇന്നലെ 2 പേർക്കുൾപ്പെടെ 276 പേർക്ക് കോൾ സെന്റർ വഴി മാനസിക പിന്തുണ നൽകി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.